നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഫെയ്ത്ത്ഫുൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അൺഹെൽത്തി റിലേഷൻഷിപ്പ് മൈൻഡ് പവറിനെതിരാണ്. മൈൻഡ് പവറിനെതിരാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ വല്ല ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ ഒഴിവാക്കുക. അതൊന്നും പോകണ്ട. കാരണം നിങ്ങളുടെ മൈൻഡ് പവറിനെ അത് വല്ലാണ്ട് ബാധിക്കും. മനസ്സിലത് നല്ലതല്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് കിട്ടണം. അതിന് രണ്ടുപേരും ഉഷാറായിട്ട് ട്രൈ ചെയ്യുക. സമ്പത്തുണ്ടാക്കുക, ലോകം മുഴുവൻ ട്രാവൽ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൂടെ കൂട്ടുക. ഓക്കെ, രണ്ടുപേരും ജിമ്മിന് പോവുക, രണ്ടുപേരും ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുക, രണ്ടുപേരും ഒരുമിച്ച് മെഡിറ്റേഷൻ ചെയ്യുക, മക്കളെയും കൂടെ കൂട്ടുക. അങ്ങനെ ഒരു 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 വലിയൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളായിരിക്കണം. ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ സർക്കിളാണ് ഒരു നല്ല ഫാമിലി എന്ന് പറയുന്നത്. It should be your best friends team. That is your core team. That is your basic team, primary team. That is your dear friends. That is called family. ഫാമിലി എന്ന് പറയുന്നത് ഒരു ഫാമിലി ആയിരിക്കണം. പലർക്കും ഫാമിലി എന്ന് പറയുന്നത് ശത്രുക്കളാണ്. ഭാര്യ ശത്രുവാണ്, ഭർത്താവ് ശത്രുവാണ്. അതൊരു നരകമായിരിക്കും. കുടുംബം ഇമ്പമുള്ളതാണ്. കുടുംബം ഇമ്പമുണ്ടാകണമെങ്കിൽ എന്തായിരിക്കണം? ഫ്രണ്ട്സ് ആയിരിക്കണം. അവിടെ സ്വാതന്ത്ര്യം, അവിടെ ഈഗോ ഉണ്ടാവരുത്. ഭാര്യ ഭർത്താവിന് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവണം. എന്നീ വർഷത്തെ ഭാര്യയ്ക്ക് തലകേറി എന്തും പറയാന്നുള്ളതല്ല. ഭാര്യ അതേപോലെ റെസ്പെക്ട് കൊടുക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് റെസ്പെക്ട് കൊടുക്കണം. സോ ഇറ്റ് ഷുഡ് ബി എ ടീം വർക്ക്. ഒരു ടീം വർക്കാണ്. ഓൾറൈറ്റ്. റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ ഗിവ് ആൻഡ് ടേക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, ഷെയർ ചെയ്യുക. എപ്പോഴും എന്തായിരിക്കണം? അങ്ങോട്ട് കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം. നമ്മളെന്താ വെച്ചാൽ എപ്പോഴും അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നു, ഒരാൾ ഇങ്ങോട്ട് നൽകുന്നില്ല. ഓക്കെ, ഗിവിങ് ആയിരിക്കണം. നമ്മളെപ്പോഴും കൊടുക്കുന്ന ഒരാൾ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, തിരിച്ചിങ്ങോട്ട് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ പ്രശ്നം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കണം. നമ്മൾ രണ്ടുപേരെയും വാല്യൂ കൽപ്പിക്കണം. ഇപ്പോൾ ഭാര്യ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടോ? നമ്മൾ അവളുടെ വേണ്ട രീതിയിൽ കൊടുക്കുന്നുണ്ടോ? അവളുടെ ഇഷ്ടങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടോ? അവൾക്ക് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ? വി ഷുഡ് ഡു ദാറ്റ്. അവളുടെ കാര്യം പറയുമ്പോൾ വേണ്ട, ഒരു ടൂർ പോകാന്ന് പറയുമ്പോൾ വേണ്ട, ഒന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കുക വേണ്ട, ഒരു ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞാൽ വേണ്ട. എന്നാൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ്, ആ റിലേഷൻഷിപ്പ് നല്ലതായിരിക്കില്ല. പിന്നെ സഹിച്ചു പോവുമായിരിക്കും. നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് എ ഗുഡ് വൺ. ഗിവ്. ഓക്കെ, ഗിവ്. ഡു യുവർ പാർട്ട്. ദേ വിൽ ഡു ദെയർ പാർട്ട്. അവർ തിരിച്ചു ഇങ്ങോട്ട് തരും. എത്രയോ തരുന്നുണ്ട്. തരുന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. തരുന്നത് നമ്മൾ കാണാൻ ശ്രമിക്കണം. അപ്പം മനസ്സിലാവും. യു ഡു ദാറ്റ്. റെസിപ്രോസിറ്റി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഷെയർ ചെയ്യുക, അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, ആൻഡ് മ്യൂച്വൽ എൻജോയ്മെന്റ്. ആസ് എ റിലേഷൻ ഡെവലപ്പ്, പീപ്പിൾ എൻജോയ് ഈച്ച് അതേഴ്സ് കമ്പനി. ദിസ് ഹെൽപ്പ്. നമ്മൾ രണ്ടുപേരുടെയും കമ്പനി ഇഷ്ടപ്പെടണം, എൻജോയ് ചെയ്യണം. ക്ലിയർ? സോ ഇനി അത് മനസ്സിലാക്കണം. എന്താണ് അല്ലേ, അവർക്ക് എന്താണ് വേണ്ടത്, പുരുഷൻ എന്താണ് വേണ്ടത്, സ്ത്രീക്ക് എന്താണ് വേണ്ടതെന്ന് അറിയണം. എന്താണ് പുരുഷന് വേണ്ടത്? പുരുഷന് വേണ്ടത് എന്താണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത്. എന്താണ് പുരുഷന് വേണ്ടത്? വാട്ട് മെൻ വാണ്ട്. സെൽഫ് ട്രാൻസ്ഫോർമേഷൻ, പവർ, അധികാരം വേണമെന്ന് പറയുന്നു ലുക്മാനിലേക്ക്. ഓക്കെ, ലവ് വേണം എന്ന് പറയുന്നു സതീശൻ സാർ. ഓക്കെ, സപ്പോർട്ട് വേണം എന്ന് പറയുന്നു ജലീൽ അഹമ്മദ്. ലുക്മാൻ ലക്കീം പറയുന്നു സെക്സ് വേണം എന്ന് പറയുന്നു. കരീം പറയുന്നു റെസ്പെക്ട് വേണം എന്ന് പറയുന്നു. സതീശൻ സാർ പറയുന്നു റെസ്പെക്ട് വേണം എന്ന് പറയുന്നു. ഓൾറൈറ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്, ഇൻട്രസ്റ്റിംഗ് ആൻസേഴ്സ്. സപ്പോർട്ട് വേണം എന്ന് പറയുന്നു. ഇതിൽ നീതു എന്ന് പറഞ്ഞ്, നീതു ഒരു സ്ത്രീ ആണല്ലോ, എന്തായിരിക്കും പുരുഷന് വേണ്ടത് ഒന്ന് പറഞ്ഞ്. നീതുവിന് എന്താണ്? ഒരു പെണ്ണിനാണത് അറിയേണ്ടത്. ഇറ്റ് ഷുഡ് ബി നീതു ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് ഒരു പുരുഷന് വേണ്ടത്? അഫെക്ഷൻ. സതീശൻ സാർ പറയുന്നു. നീതു പറയുന്നു സ്നേഹം. ഇതാണ് നമ്മുടെ പ്രശ്നം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി സ്ത്രീക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞ്. സ്ത്രീക്ക് എന്താണ് വേണ്ടത്? കെയർ വേണം. കരീം സാർ പറയുന്നു കെയർ വേണം. നൗഷാദ് പറയുന്നു കെയർ വേണം. ഇവരൊക്കെ കോഴ്സ് പോയ ആൾക്കാരാണ് വില്ലന്മാർ. ഇവന്മാർ ഇതൊന്നും കോഴ്സിൽ പഠിക്കാതെ പറയൂല. ഓക്കെ, വേറെന്താണ്? പ്രൊട്ടക്ഷൻ. ഓക്കെ, ഒരാൾ പറയുന്നു, ഹക്കീം പറയുന്നു ലവ് വേണം. നീതു പറയുന്നു ലവ് വേണം. ഹക്കീം പറയുന്നു ലവ് വേണം. ഓക്കെ, ശരി, ലവ് ആണ് സ്ത്രീക്ക് വേണ്ടത്. അടുത്തത് എന്താണ്? ആരാണ് നോക്കാം നമുക്ക്. വേറെ ആരൊക്കെയാണ്? ഹക്കീം സാറ് പറഞ്ഞു റൈറ്റ്. നീതു പറയുന്നു കെയറിങ്. യെസ്, നീതു കറക്റ്റായിട്ട് ആൻസർ ചെയ്തു, കെയറിങ്. ഓക്കെ, ഇൻറ്റിമസി. സതീശൻ സാർ പറയുന്നു ഇൻറ്റിമസി. ഞാൻ പറഞ്ഞുതരാം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അധികം ആൾക്കാരും നോക്കാം. പുരുഷന്മാരെന്താ പറഞ്ഞത്? ഒന്ന് പ്രൊട്ടക്ഷൻ, ലവ് ആൻഡ് കെയർ എന്ന് പറഞ്ഞു. ലവ് എന്ന് പറഞ്ഞു ഹക്കീം സാർ. ഹക്കീം സാർ ലവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ശരിക്കും ഞാൻ പറഞ്ഞു തരാം എന്താണ് വേണ്ടത്. നമുക്കതിലേക്ക് പോവാം. അപ്പോൾ നീതു ഇവിടെ പറഞ്ഞൊരു ആൻസർ ഉണ്ട്. പുരുഷന്മാർക്ക് എന്താണ് വേണ്ടതെന്ന് അല്ലേ, നമ്മെ മനസ്സിലാക്കണം, അംഗീകരിക്കണം. ഇതൊക്കെയാണ് സ്ത്രീകൾക്ക് വേണ്ടത്. കേട്ടോ, ഒരു സ്ത്രീയാണ് പറയുന്നത്, ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ട ഏറ്റവും പ്രധാനം നമ്മളെ മനസ്സിലാക്കണം, അംഗീകരിക്കണം. അതായത് കെയറിങ്. അവർക്ക് വേണ്ടത് കെയറിങ് ആണ്. പക്ഷെ അതേ നീതു തന്നെയാണ് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ സ്നേഹം വേണമെന്നാണ് എവിടെ പറഞ്ഞത്? നേരത്തെ പറഞ്ഞത്.
എന്താണ് സ്നേഹം? പുരുഷന് വേണ്ട രണ്ടുപേർക്കും സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഒരു നിർവചനം, വിശദീകരണം കൊടുക്കുകയാണെങ്കിൽ അത് രണ്ടാണ്. അപ്പോൾ സ്ത്രീക്ക് വേണ്ടത് കെയറിങ് എന്ന് പറഞ്ഞതുപോലെ പുരുഷന് വേണ്ടത് നീതു പറഞ്ഞ സ്നേഹമാണ്. സ്നേഹമല്ല അവിടെ വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾക്ക് എന്താണ് വേണ്ടത് നമുക്കറിയാം, നമ്മൾ അതാണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക. നിങ്ങൾക്ക് വേണ്ടത് ആണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക, അത് തന്നെയായിരിക്കും അവരും പ്രതീക്ഷിക്കുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. അവർക്കും അത് തന്നെയാണ് വേണ്ടത് നമ്മൾ വിചാരിച്ചാൽ നമ്മളത് ചെയ്തു കൊടുക്കും. നമുക്ക് വേണ്ടതല്ല അവർക്ക് വേണ്ടത്, അവർക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് നോക്കാം രണ്ട് ടീമിനും എന്താണ് വേണ്ടത്. സയൻസ് പറയുന്നത്, സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് പുരുഷന് വേണ്ടത് സപ്പോർട്ടാണ്. നമ്പർ 1 സപ്പോർട്ടാണ്. പുരുഷന് വേണ്ടത് എന്താണ്? സപ്പോർട്ട്. അതായത് അവൻ്റെ ആശയങ്ങൾക്ക്, അവൻ്റെ ചാലഞ്ചസുകൾ, അവൻ്റെ തീരുമാനങ്ങൾക്ക് എന്ത് വേണം? സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും. രണ്ടാമത്തത് അവന് വേണ്ടത് എന്താണ്? അച്ചീവ്മെന്റ്, അല്ലെ? അതുമായി ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കുക, അതിനുള്ള സപ്പോർട്ടാണ് അവന് വേണ്ടത്. ഓക്കെ. മൂന്നാമത് വേണ്ടത് പവറാണ്, അധികാരം. അപ്പൊ സപ്പോർട്ട് വേണം, അധികാരം വേണം. ഒരു കപ്പിൾസ് ലൈഫിൽ എപ്പോഴും അധികാരം ഭർത്താവിന് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം സൈക്കോളജിക്കലി അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് ഒരാളുടെ കീഴിൽ നിൽക്കാൻ കഴിയും, പക്ഷെ ഒരു പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീയുടെ കീഴിൽ നിൽക്കാൻ പറ്റില്ല. അതൊരു പുരുഷന് പലപ്പോഴും ഒരു ആളുടെ അണ്ടർ കഴിയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. കാരണം ഹീസ് മോർ പവർഫുൾ ഇൻ മെനി വേസ്. അവൻ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. പവർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം. അപ്പോൾ ഒരിക്കലും സ്ത്രീ അവിടെ എന്ത് ചെയ്യരുത്? പവർ, അധികാരം എടുക്കാൻ ശ്രമിക്കരുത്. പല സ്ത്രീകളും അവരുടെ സാഹചര്യങ്ങൾ മൂലം പവർ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളായി മാറാറുണ്ട്. അങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇഷ്യൂസ് ഉണ്ടാവും. എപ്പോഴും പവർ ആർക്ക് എടുക്കണം? അത് സ്ത്രീ എൻജോയ് ചെയ്യും. സ്ത്രീ ശരിക്കും എന്താ വെച്ചാൽ ഒരാളുടെ അണ്ടറിൽ നിൽക്കുന്നത് എൻജോയ് ചെയ്യാറുണ്ട്. പുരുഷൻ തീരുമാനമെടുക്കുമ്പം എൻ്റെ പുരുഷൻ എനിക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് അവൾക്കുള്ള കെയറിങ്. അവളെ സംബന്ധിച്ചിടത്തോളം കെയറിങ് അതാണ്. അപ്പം അങ്ങനെ തീരുമാനമെടുക്കുന്ന ഒരാളായിട്ട് മാറുക, അതാണ് പവർ. അത് പുരുഷൻ തന്നെ കൊടുക്കണം. അവന് വേണ്ടത് അതാണ്. ആ അധികാരത്തിനുള്ള ഇത് വേണം. അടുത്ത എന്താണ്? സെക്സ് ആണ്. പുരുഷന് സെക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒന്ന് നോക്കൂ, സെക്സ് അല്ല നമ്പർ 1. സെക്സ് നമ്പർ 4 ആണ്. പവർ, അച്ചീവ്മെന്റ്, സപ്പോർട്ട്. ഇതാണ് അവൻ്റെ ആവശ്യങ്ങൾ. ഇതിന് വേണ്ട കാര്യങ്ങൾ അവന് കിട്ടണം. അവന് വേണ്ട സപ്പോർട്ട്, അച്ചീവ്മെന്റിനുള്ള ആശയങ്ങൾ, നേടാനുള്ള ആശയങ്ങൾ കൊടുക്കുക, നല്ല സപ്പോർട്ട് കൊടുക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾ പോയിട്ട് ചെയ്യും, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഏതൊരു പുരുഷന്റെ വിജയത്തിന് പിന്നിലും നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരു ഭാര്യ ഉണ്ടാവും, ഒരു സ്ത്രീ ഉണ്ടാവും എന്ന് പറയും. അത് ആ വീട്ടിൽ നിന്നുകൊണ്ട്, അല്ലെ, സഹകരിച്ചു കൊണ്ട് കൊടുക്കുന്ന സപ്പോർട്ടായിരിക്കാം. വീട്ടിൽ മക്കളെ നോക്കിക്കൊണ്ട് കൊടുക്കുന്ന സപ്പോർട്ടായിരിക്കാം. ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്ന സപ്പോർട്ടായിരിക്കാം. എല്ലാ ടെൻഷനും മറന്നിട്ട് വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് എല്ലാത്തിനും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ വീട്ടിൽ വരുമ്പോൾ വളരെ ഉഷാറായിട്ട് സ്വീകരിക്കുന്ന ഭാര്യ, അതാണ് സപ്പോർട്ട് അവന് വേണ്ടത്. മനസമാധാനം കൊടുക്കുന്നത്, അതാണ് മനസമാധാനം എന്ന് പറയുന്നത് സപ്പോർട്ടാണ്. പവർ, അധികാരമാണ്. അധികാരം കൊടുക്കുക, അവന് തീരുമാനമെടുക്കാനുള്ള അധികാരം കൊടുക്കുക. എല്ലാത്തിനും ഒരു പെർമിഷൻ ചോദിക്കുന്ന അവന് ഇഷ്ടമാണ്. He enjoys that. ആ ഒരു പവർ എൻജോയ് ചെയ്യുന്ന ഇഷ്ടമാണ്. He love that. അത് അവന് കൊടുത്തു നോക്ക്. അവൻ ഭയങ്കര രസമാണ്. അവൻ ഈ പെണ്ണിന് എന്തും വാങ്ങിച്ചു കൊടുക്കും, എന്തും ചെയ്തു കൊടുക്കും. ഭയങ്കര രസമാണ്. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിയുള്ള സ്ത്രീകൾ എന്ത് ചെയ്യും? നല്ല പവർ കൊടുത്തിട്ട്, അധികാരം കൊടുത്തിട്ട് എന്ത് ചെയ്യും? എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കും. ഓൾറൈറ്റ്. അവരെന്ത് ചെയ്യും? നല്ല രീതിയിലേക്ക് എന്ത് വെച്ചാൽ ഞാൻ ഇത് ചെയ്യട്ടെ, ഞാൻ അത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അപ്പോൾ ഇവനത് എൻജോയ് ചെയ്യും. ഇവനെന്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതെല്ലാം സാധിച്ചു കൊടുക്കും. ഓൾറൈറ്റ്. അപ്പോൾ അത് നല്ല രീതിയിൽ കൊടുക്കണം, സപ്പോർട്ടും കൂടി കൊടുക്കണം. അപ്പോഴാണ് എന്താ വെച്ചാൽ നല്ല സപ്പോർട്ടൊക്കെ കൊടുത്ത്, കട്ടൊക്കെ സപ്പോർട്ടൊക്കെ കൊടുത്ത്, നല്ല ധൈര്യമൊക്കെ കൊടുത്ത് കൂടെ നിന്നാൽ, നിങ്ങൾ ചെയ്തു ഞാൻ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് കൂടെ നിന്ന് കഴിഞ്ഞാൽ അവന് പിന്നെ എന്താ വെച്ചാൽ ഇവളുടെ ഒരു ഫീലിംഗ്, ഇമ്പോർട്ടൻസ് അവന് മനസ്സിലാവും. ഇവളില്ലാതെ, ഇവൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവന് ജീവിക്കാൻ കഴിയില്ല. ഇവളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളോട് ഇങ്ങോട്ട് വരാൻ പറയും. അത് കാരണം നീ ഇവിടെ വന്നിട്ട് അടിമയായിട്ട് ജീവിക്കണം എന്നുള്ളതല്ല, നീ ഇവിടെ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്.